കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി കൈമാറിയ സ്ഥലം തിരിച്ചു പിടിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പദ്ധതിക്കായി തറക്കല്ലിട്ട് 12 വർഷം കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിന്റെ അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ കൈമാറിയ സ്ഥലം മറ്റു വികസന പദ്ധതികൾക്കായി തിരിച്ചു പിടിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന കാട് പിടിച്ചു കിടക്കുന്ന തുരുമ്പെടുത്ത ഈ ഗേറ്റിന് പുറകിലാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകിയത്. ഈ പദ്ധതി ഉപേക്ഷിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ ഇനിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാലും ഉപേക്ഷിച്ചതിന് തുല്യമാണ്. ഒഴിഞ്ഞുകിടക്കുന്ന ഈ സ്ഥലത്ത് മറ്റൊരു പദ്ധതിയെങ്കിലും തുടങ്ങി ഈ നാടിനോട് നീതി ചെയ്യണം. പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് സേലം ഡിവിഷൻ രൂപീകരിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ തന്ന ഉറപ്പായിരുന്നു കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി. 2011 സംസ്ഥാന സർക്കാർ 239 ഏക്കർ സ്ഥലം റെയിൽവേക്ക് കൈമാറി. 2012 ഫെബ്രുവരി 21 പാലക്കാട് കോട്ടമൈതാനത്ത് പദ്ധതിക്ക് തറക്കല്ലിട്ടു. അതിനുശേഷം സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടി ഒരു ഗേറ്റും സ്ഥാപിച്ചു എന്നത് മാത്രമാണ് ഇവിടെ നടന്ന പ്രവർത്തനം. ആ സ്ഥലമാണ് കാട് പിടിച്ച് കിടക്കുന്നത്. ഇപ്പോൾ അവിടെ ആന പെറ്റ് കിടക്കുന്നുണ്ട് പറയണതായിരിക്കും ശരി. ഈ കേരളത്തോട് ഇപ്പോൾ വയനാട് ചെയ്തതുപോലെ വ്യവസായ രംഗത്തും നമ്മളോട് ഒരു പക കാണിക്കുന്ന ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. കോച്ച് ഫാക്ടറി ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതി നടപ്പിലാക്കണം എന്ന ആവശ്യത്തോടും കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. പദ്ധതിയില്ലെങ്കിൽ സ്ഥലം തിരിച്ചു പിടിക്കണമെന്ന ആവശ്യം ശക്തമാണ്. എന്താ കോച്ച് ഫാക്ടറി 50,000 പേർക്ക് തൊഴിൽ നൽകുന്ന കോച്ച് ഫാക്ടറി എന്നല്ലേ പറഞ്ഞത്? സത്യത്തിൽ ഈ പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഗംഭീരമായിട്ടുള്ള വ്യവസായ നഗരമായി മാറുമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇതിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പണമാണ് എടുത്ത് കൊടുത്തിട്ട് 2,000 കോടി ഉറുപ്പിക മുടക്കിയിട്ട് കോറിഡോറിന് സ്ഥലം എടുത്ത് കൊടുത്ത് കേന്ദ്രം ഇന്നുവരെ തന്നിട്ടില്ല. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പാലക്കാടിന് കോച്ച് ഫാക്ടറി നൽകാമെന്ന് ആദ്യം വാഗ്ദാനം ചെയ്തത്. ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. പിന്നീട് 2008 അന്നത്തെ റെയിൽവേ മന്ത്രി ലാലു പ്രസാദ് യാദവാണ് ബജറ്റിൽ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചത്. എന്നാൽ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന പദ്ധതി പൂർണ്ണമായും അവഗണിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് സ്ഥലം തിരിച്ചു പിടിക്കണമെന്ന ആവശ്യത്തിന് പ്രാധാന്യമേറുന്നതും. പദ്ധതിക്കായി ഏറ്റെടുത്ത് നൽകിയ സ്ഥലം തിരിച്ചു നൽകണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അനുകൂല നിലപാടല്ല കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇനിയും ഈ സ്ഥലം കാട് പിടിച്ചു കിടക്കുമ്പോൾ ഇല്ലാതാകുന്നത് ഒരുപാട് പേരുടെ തൊഴിലവസരങ്ങൾ കൂടിയാണ്. ക്യാമറാമാൻ രമേശ് രാമനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.